2050 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2075 ആകുമ്പോഴേക്കും ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയിൽ ജനസാന്ദ്രതയും ജനസംഖ്യയും കൂടിയതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. 2050 ആകുമ്പോഴേക്കും ജനവാസങ്ങളൊക്കെ സമുദ്രാന്തർഭാഗത്തേക്ക് മാറ്റപ്പെടുമെന്നാണ്. സമുദ്രത്തിന്റെ അഗാധഗർത്തങ്ങളിൽ വലിയ വലിയ പട്ടണങ്ങൾ നിർമ്മിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുകയാണ്. ആ രൂപത്തിൽ ജനങ്ങൾ മറ്റു ഗ്രഹങ്ങളിലേക്ക് അധിവസിപ്പിക്കപ്പെടുമെന്ന് ഇന്നത്തെ പത്രത്തിലടക്കം ഫസ്റ്റ് പേജിലുണ്ട്. ആധുനിക ശാസ്ത്രജ്ഞർ നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നേതാവാണ്. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ടെക്നോളജി എത്ര തന്നെ മുന്നോട്ട് പോയാലും ലോകത്തിന്റെ നേതാവ് അത് മുത്തുനബിയാണ്. അവിടത്തെ മാറ്റി നിർത്താൻ കഴിയുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ ഇസ്രാ മിഅ്റാജ് യാത്ര തെളിയിക്കുകയാണ്. ഇസ്രാ മിഅ്റാജ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശരീരം കൊണ്ട് നടത്തിയ യാത്രയായതുകൊണ്ടാണ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. പ്രിയപ്പെട്ടവരെ, ഇസ്രായിനെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു പറയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന്. അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോൾ, അത്ഭുതങ്ങൾ കാണുമ്പോൾ പറയേണ്ട വചനമാകുന്ന സുബ്ഹാനല്ലാഹ് കൊണ്ട് തുടങ്ങുമ്പോൾ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ആ ഇസ്രാ മിഅ്റാജ് യാത്ര ശരീരം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും തുടർന്ന് അവിടുന്ന് ഏഴാകാശങ്ങളൊക്കെ താണ്ടിക്കടന്ന് അതേ സിദ്റത്തുൽ മുൻതഹ വരെ എത്തി നിൽക്കുകയാണ്. എന്താണ് സിദ്റത്തുൽ മുൻതഹ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് എന്താണ് സിദ്റത്തുൽ മുൻതഹ? അങ്ങേയറ്റത്തുള്ള ഒരു വിശാലമായ മരമാണ് സിദ്റത്തുൽ മുൻതഹ. ആ മരത്തെ കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് സമയമില്ല. ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞിട്ടുണ്ട്, ആ മരത്തെ കുറിച്ച് വർണ്ണിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല എന്ന്. അത്രമാത്രം പരിശുദ്ധമാണ്, വർണ്ണാഭമാണ്, തിളങ്ങി നിൽക്കുകയാണ് സിദ്റത്തുൽ മുൻതഹ. പ്രിയപ്പെട്ടവരെ, ആ എൻഡിന്റെ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാത്രാ ഗൈഡ് യാത്ര അവസാനിപ്പിച്ചിട്ട് പറയുന്നു, നബിയെ ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടുന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇതുവരെ മലക്കുകളാകുന്ന ഞങ്ങൾക്ക് പോലും പെർമിഷൻ ഉള്ളൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പെർമിഷൻ ഇല്ല, അവിടെ നിന്ന് പോകേണ്ടതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഉടമയായ അല്ലാഹുവിനെ നേരിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഉന്നതമായ നിലവാരത്തിൽ ഉന്നതമായ പൊസിഷനിലാണ് അല്ലാഹു ഇരിക്കുന്നത് എന്നോ അല്ലാഹു നിൽക്കുന്നത് എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അല്ലാഹുവിനെ തൊട്ടൊക്കെ പരിശുദ്ധനാണ്. അല്ലാഹുവിന് സ്ഥലം ആവശ്യമില്ല, കാലം ആവശ്യമില്ല. സ്ഥലവും കാലവും അതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ രൂപത്തിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി ആ ഒരു ഉന്നതമായ നിലവാരത്തിൽ എത്തി എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ അല്ലാഹു ഉന്നതങ്ങളിൽ വിരാജിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിലൂടെ ശിർക്ക് പോലും കടന്നു വരുമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ കാണുകയാണ്. അവിടുന്ന് മനോഹരമായ രൂപത്തിൽ അല്ലാഹുവിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. തിരിച്ച് അല്ലാഹു തആല അതിന് മറുപടി നൽകുകയാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സമ്മാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ആദ്യം 50 വഖ്ത് നിസ്കാരമാണ്. യാത്ര മധ്യേ ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇടപെട്ടിട്ട് 50നെ കുറക്കാൻ ആവശ്യപ്പെട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വീണ്ടും അല്ലാഹുവിന്റെ സവിധത്തിലെത്തിയിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് 5 വഖ്താക്കി ചുരുക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, 50 വഖ്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് പ്രഖ്യാപിച്ച് ഈ ഉമ്മത്തിനോട് കാരുണ്യം കാണിച്ച് ആ നിസ്കാരം ഒരു അടിമ നിസ്കരിക്കേണ്ട രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ നിയ്യത്ത് വെച്ച് വജ്ജഹത്ത് ഓതി അവന്റെ മനസ്സ് മുഴുവനും പടച്ച റബ്ബിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവിനോട് നേരിട്ട് സംഭാഷണം നടത്തുന്നത് പോലെ അങ്ങനെ അത്തഹിയ്യാത്തിലെത്തുമ്പോൾ അല്ലാഹുവിനെ കണ്ട പ്രതീതിയിൽ അല്ലാഹുവിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാ. അതുകൊണ്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ കുറിച്ച്
പറഞ്ഞു ഫഇന്നഹാ മിഅ്റാജുൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളുടെ മിഅ്റാജാണ്. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിലും കണ്ടതുപോലുള്ള അനുഭവം യഥാർത്ഥ സത്യവിശ്വാസിക്ക് നിസ്കാരത്തിൽ കിട്ടുമെന്ന് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും വിശാലമായ ടോപ്പിക്കാണ്, വിശാലമായ ചരിത്രമാണ്. ആ വിശുദ്ധമായ മിഅ്റാജുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഹദീസുകളുണ്ട്. ആ ഓരോ ഹദീസുകളും നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ അത്ഭുതപ്പെട്ടു പോകും. ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് ചിന്തിക്കാനുണ്ട്. ഇതൊന്നും അസംഭവ്യമേ അല്ല, ഇതൊന്നും അസംഭവ്യമേ അല്ല, ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ സുബഹിക്ക് മുമ്പ് തന്നെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു മക്കയിലെത്തി. നടന്ന സംഭവങ്ങളൊക്കെ ജനതയോട് പറഞ്ഞപ്പോൾ എത്രയെത്ര ആളുകളാണ് നിഷേധിച്ചത്, എത്രയെത്ര ആളുകളാണ് കളവാക്കിയത്. ഫകം മിൻ മുകദ്ദിബിൻ വകം മിൻ മുൻകിരിൻ, എത്രയെത്ര ആളുകളാണ് അതിനെ നിഷേധിച്ചത്. പക്ഷേ വലാകിൻ ബാദറ സിദ്ദീഖ് ബിത്തസ്ദീഖ്, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംശയമില്ല, അവിടുന്ന് അത് ഹഖാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. പടച്ച റബ്ബിന് കഴിയാത്തത് വല്ലതുമുണ്ടോ? അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഹബീബിനെ കൊണ്ടുപോകുന്നതിൽ എന്ത് അസംഭവ്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ? അതൊക്കെ സംഭവിക്കും. കാരണം ഇത് അല്ലാഹുവിന്റെ കഴിവാണ്. അള്ളയാണ് യാത്ര കൊണ്ടുപോകുന്നത്, അള്ളയാണ് ബുറാഖ് അയക്കുന്നത്, അള്ളയാണ് ജിബ്രീലിനെ നിശ്ചയിക്കുന്നത്, അള്ളാഹുമായിട്ടാണ് സംഭാഷണം നടത്തുന്നത്. അല്ലാഹുവിന് കഴിയാത്തത് വല്ലതുമുണ്ടോ? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്രാ മിഅ്റാജ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത ആഹ്ലാദവും സന്തോഷവും ലഭിച്ച നിമിഷമാണ്. ആ മിഅ്റാജ് നടന്നത് റജബ് 27 രാവിലാണെങ്കിൽ അതുപോലെയുള്ള രാത്രി നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ ആ രാത്രിക്ക് പുണ്യമുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ആ രാത്രി നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട്. അതിന്റെ പകൽ ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച നിഅ്മത്ത് എന്ന നിലക്ക് പ്രത്യേകം അതിന് നന്ദി രേഖപ്പെടുത്തുന്ന രൂപത്തിൽ നമുക്ക് നോമ്പ് നോൽക്കേണ്ടതുണ്ട്. അത് സുന്നത്താണെന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുക, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കുക. റജബ് എല്ലാ അർത്ഥത്തിലും നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള സമയമാണ്, മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല രൂപത്തിൽ വിഷയങ്ങളൊക്കെ അപഗ്രഥിച്ചു പഠനം നടത്താൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.